പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം. കൂടാതെ 35 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകൾ, വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ കാണാം. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കാം. മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കരട് നയമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ 50 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകളെ ബാധിക്കുന്ന അവർക്ക് ലഭിക്കാൻ പോകുന്ന ചില ആനുകൂല്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു കരട് നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരവും നൽകിയിരിക്കുകയാണ്. ഇലക്ഷനോട് മുന്നോടിയാണ് എന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 50 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ആണിത്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് പ്രധാന വ്യവസ്ഥകളാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ 15ഓളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ താങ്ങാവുന്ന ചിലവിൽ ഇൻഷുറൻസ് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത്, അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും തന്നെ ലഭ്യമാക്കുന്ന രീതിയിലേക്കും കൂടാതെ അവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതിയും കൊണ്ടുവരുന്നു. മുതിർന്നവരെ പരിചരിക്കുന്ന വേതനമില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പരിചരിക്കുന്നവർക്ക് പരിശീലനം, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നു. പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണത്. കൂടാതെ വിവിധ മേഖലകളിൽ നൈപുണ്യമുള്ള വയോജനങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് സൗകര്യവും കൂടി ഏർപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അതായത് മുൻപ് തന്നെ പലതരത്തിലുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക. സംയോജിത പരിചരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. സ്വാന്തന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കും. ഇത് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണെങ്കിൽ പോലും കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാരീരിക ക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, ആരോഗ്യ പരിരക്ഷ പദ്ധതികൾ, നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഉള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെയുള്ള പലതരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. മെമ്മറി ക്ലിനിക്കുകൾ സജ്ജമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വാർദ്ധക്യകാല രോഗ ചികിത്സാ പഠനം പ്രോത്സാഹിപ്പിക്കും. അത് പ്രായമായിട്ടുള്ള വരുന്നവർക്കുള്ള അസുഖങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരും. കൂടാതെ തന്നെ വാർദ്ധക്യ വിജ്ഞാന പഠന മേഖലയിൽ മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കും. അത് മറ്റൊരു കാര്യം. കൂടാതെ ഡിജിറ്റൽ ഹെൽത്ത്, ഹെൽത്ത് സംവിധാനങ്ങൾ കാര്യക്ഷമമാകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എത്തിയുള്ള കൂടുതലായിട്ടുള്ള പരിശോധനകൾ നമ്മൾ ആശുപത്രിയിലേക്ക് പോകണ്ടാത്ത ഒരു സാഹചര്യം കൂടുതലായിട്ട് കൊണ്ടുവരും. പൊതുസേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മുതിർന്നവർക്ക് മുൻഗണന ലഭിക്കും. മുതിർന്നവരെ ഉൾക്കൊള്ളുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ കൊണ്ടുവരും. അവശ്യ സേവനങ്ങൾ വാതിൽപ്പടി വിതരണം നടത്തും. ഇതെല്ലാം മുൻപ് തന്നെ കൊണ്ടുവന്നതാണ്. വീട്ടിലും പൊതു ഇടങ്ങളിലും വയോജന സൗഹൃദ നിർമ്മാണ കൽപ്പന, പ്രവാസികളുടെ മാതാപിതാക്കൾ, മുതിർന്ന കുടിയേറ്റക്കാർ എന്നിവർക്ക് പ്രത്യേക സഹായം, വയോജനങ്ങൾ ഉൾക്കൊള്ളുന്ന വിനോദ ഇടപാടുകൾ, അതുപോലെ തന്നെ പരാതി പരിഹാരത്തിന് ഏകജാലക സംവിധാനം. കൂടാതെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ 1000 രൂപയുടെ ആനുകൂല്യം കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഒന്നും വാങ്ങാത്ത ആളുകൾക്ക്, ഈ ഒരു സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ. അത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. 15ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക.